വനിതാ സംവരണ ബില്ലിൽ കടുത്ത എതിർപ്പുമായി പ്രതിപക്ഷം. സമ്മേളനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം മണ്ഡല പുനർനിർണയമാണെന്ന് സോണിയാഗാന്ധി വിമർശിച്ചു. ബിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വലിയ തിരിച്ചടിയാണെന്നാണ് സിപിഎമ്മിന്റെ വിലയിരുത്തൽ. ഈ നൂറ്റാണ്ടിലെ സുപ്രധാന തീരുമാനമാണ് ബില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വനിതാ സംവരണ ഭേദഗതി ബില്ലിനെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നു എന്നാണ് പ്രതിപക്ഷ വിമർശനം. പശ്ചിമബംഗാൾ, തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ബിൽ കൊണ്ടുവരുന്നത് വോട്ടുകളെ സ്വാധീനിക്കാനാണ്. സംവരണമല്ല, മണ്ഡല പുനർനിർണയമാണ് പ്രശ്നമെന്ന് സോണിയാഗാന്ധി വ്യക്തമാക്കി. ലോക്സഭയുടെ അംഗബലം വർദ്ധിപ്പിക്കുന്നത് രാഷ്ട്രീയ തുല്യത ഉറപ്പാക്കി വേണം. കുടുംബാസൂത്രണത്തിൽ മാതൃകയായ സംസ്ഥാനങ്ങൾക്കും ചെറിയ സംസ്ഥാനങ്ങൾക്കും പ്രാതിനിധ്യം കുറയാൻ പാടില്ല എന്നും സോണിയ പറഞ്ഞു. മണ്ഡല പുനർനിർണയം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റ് വൻതോതിൽ വർദ്ധിപ്പിക്കും എന്ന് ജോൺ ബ്രിട്ടാസ് MP വ്യക്തമാക്കി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ലോക്സഭയിലുള്ള അംഗസംഖ്യ ഒരു 63-65 സീറ്റ് ആയിട്ട് വർദ്ധിക്കും. നിലവിലുള്ള സീറ്റുകളിൽ ഒരു 63-65 സീറ്റിന്റെ വർധനമുണ്ടാവും. അതേസമയം ഉത്തരേന്ത്യയിൽ 200-ലേറെ സീറ്റുകളുടെ വർധനമുണ്ടാവും. രാജ്യം ചരിത്രമെഴുതാൻ പോകുന്നു എന്നാണ് ബില്ലിനെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ. 2023 में जब नारी शक्ति वंदन अधिनियम आया तब भी सभी दलों ने सर्वसम्मति से इसे पास कराया था. ബിൽ ചർച്ച ചെയ്യുന്ന 16, 17, 18 തീയതികളിൽ പാർലമെന്റിൽ ഉണ്ടാകണം എന്ന് കാണിച്ച് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും പാർട്ടികൾ 3 വരി വിപ്പ് MP മാർക്ക് നൽകി. റിപ്പോർട്ടർ, ദില്ലി.